ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം. കാരണം ലാസ്റ്റ് വീഡിയോയുടെ ഒരു പക്കാ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്നുള്ളൊരു അസംഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിലും അതിൻ്റെ അവസാനം പറഞ്ഞ കാര്യം നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. അതായത് അവസാനം നമ്മൾ എന്തേ പറഞ്ഞിരുന്നത്, വി ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓർ എ ഫീൽഡ് എഫ്. മാത്രമല്ല ആ വിക്ക് ഒരു ഓർഡേർഡ് ബേസിസ് ബി ഉണ്ട് എങ്കിൽ ഈ വെക്റ്റർ സ്പേസിലെ ഏതൊരു എലമെൻറ്റ് വി എടുത്തു കഴിഞ്ഞാലും അതിനെ ഈ ഓർഡേർഡ് ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ യുണീക്ക് വേ എഴുതാൻ പറ്റും. അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഫ് എന്നിലെ ഒരു എൻടപ്പിൾ കിട്ടും. ഈ എൻടപ്പിൾ നമ്മൾ എന്തേ പേര് വിളിച്ചിരുന്നത്, ഈ വിൻ്റെ കോർഡിനേറ്റ് വെക്ടറിനെ വിളിച്ചിരുന്നത്. ക്ലിയറല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങനെ സംഗ്രഹിക്കാം. നമുക്ക് നമ്മുടെ വെക്റ്റർ സ്പേസ് വി ഉണ്ട്, ഇവിടെ എഫ് എൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഈ വി ഇത് ഏതൊരു വെക്റ്റർ വി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രോസസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ എഫ് എന്നിൽ ഒരു എൻടപ്പിൾ കിട്ടും. അതിനാണ് നമ്മളെന്താ വിളിച്ചത്, ഇവിടുത്തെ ആ വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടറിന് വിളിച്ചത്. ഇനി ഈ ഒരു മാപ്പിംഗ് ഏതാണ്? ആ മാപ്പിംഗ് ഇവിടുത്തെ വെക്ടറിനെ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ മാപ്പിംഗ് ഒരു ബൈജക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, ഇവിടുന്ന് ഏതൊരു എൻടപ്പിൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടുത്തെ ഏതൊരു വെക്ടർ എടുത്താലും അതിലൊരു യുണീക്ക് കോർഡിനേറ്റ് വെക്ടർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി തിരിച്ച് ഇവിടെ എഫ് എന്നിനകത്തൊരു ചുമ്മാ ഒരു എൻടപ്പിൾ എടുക്കാം നമുക്ക്, D1 എറ്റ്സെട്ര DN. ഇതിനൊരു യുണീക്ക് പ്രീമേറ്റ് ഇവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും. അതായിരിക്കും D1 ഇൻറ്റു V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് DN ഇൻറ്റു VN. ഇത് ഇവിടെയുള്ളൊരു വെക്ടറല്ലേ, ഇതിന് വേണമെങ്കിൽ ഒരു യു എന്നൊക്കെ വിളിക്കാം. ഈ യു ഇവിടെയുള്ള വെക്ടറല്ലേ. അപ്പം എഫ് എന്നിന് ചുമ്മാ ഒരു എൻടപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് പ്രീമേജ് ഇവിടെ വീരുണ്ട്. അപ്പോൾ ദിസ് മാപ്പിംഗ് ഇവിടുത്തെ ഒരു വെക്ടറിനെ അതിൻ്റെ കോർഡിനേറ്റ് വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ മാപ്പിംഗ് ഈസ് എ ബൈജക്ഷൻ എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ മനസ്സിലാക്കി, ഈ ബൈജക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിയിലെ വെക്ടേഴ്സിനെ എഫ് എന്നിലെ എൻടപ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേരിടാം. അതായത് ഇവിടുന്ന് ഒരു വെക്ടർ വി എടുത്തു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് എഫ് എന്നിലെ ഈ ഒരു എൻടപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. നെയിം ചേഞ്ചിങ് നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയാണ്. ഒക്കെ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി തലയിലേക്ക് കൊണ്ടുവന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് മാച്ചിട്ട് ഇതിൻ്റെ ചർച്ച തുടരാം. ഒരു ചിന്തിക്കാനുള്ള സുഖത്തിന് ഞാൻ വെക്ടർ സ്പേസിനെ ഒരു സ്ക്വയർ ആക്കിയിട്ടും എഫ് എന്നിനെ ഒരു സ്ക്വയർ ആക്കിയിട്ടൊക്കെ വരച്ചാണ്. അപ്പോൾ ഈ വെക്ടർ സ്പേസിലുള്ള ഏതൊരു വെക്ടർ വി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഫ് എന്നിൽ ഇങ്ങനത്തെ ഒരു എൻടപ്പിൾ ഉണ്ടാവും. ഈ വിൻ്റെ പേരായിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കോർഡിനേറ്റ് വെക്ടറിൻ്റെ ഈ എൻടപ്പിളിൽ ഉപയോഗപ്പെടുത്താം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു നെയിം ചേഞ്ചിങ് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ നെയിം ചേഞ്ചിങ്ങിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തേക്കേണ്ട ഒരു കാര്യം, അത് ഈ വീഡിയോയിൽ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. അത് ഈ എഫ് എന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പലതും അറിയാം. അതായത് എഫ് എൻ ഈസ് എ വെക്ടർ സ്പേസ്. എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബേസിക്കലി ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് ലൈക്ക് ദിസ് അല്ലേ. ഇവിടെ ഈ C1 എക്സെട്ര CN ഒക്കെ എന്താണ്, ഫീൽഡ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ എൻ ടപ്പിൾസിൻ്റെ കളക്ഷനാണ്. മാത്രമല്ല അതിൻ്റെ അകത്തൊരു യൂഷ്വൽ അഡീഷനും ഒരു യൂഷ്വൽ സ്കലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതൊക്കെ പ്രകാരം എഫ് എൻ ഈസ് എ വെക്ടർ സ്പേസ് എന്നൊക്കെ നമുക്കറിയാം. ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വരെ ഇത്ര മാത്രമേ നിങ്ങൾ ഓർമ്മയിലുണ്ടാകാൻ പാടുള്ളൂ. എന്ത്, പിന്നെ എഫ് എൻ ഈസ് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് എൻ ടപ്പിൾസ് ലൈക്ക് ദിസ്. അതിൻ്റെ അകത്തുള്ള ആ അഡീഷനും ആ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അഭിനയിക്കണം കുറച്ച് നേരത്തേക്ക്. ഞാൻ പറയുന്നത് വരെ മതി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർത്തോളൂ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ ടപ്പിൾസ് മാത്രമാണ് എഫിലുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തുള്ള അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ ഓർക്കരുത്. മാത്രമല്ല ഈ എഫ് എന്നിലെ എലമെൻറ്റ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സിന് പേരിടാൻ അല്ലേ. ഈ വിൻ്റെ പേരായിട്ട് നമ്മളിത് ഉപയോഗിക്കും. ഏതുപോലെ എന്നറിയോ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ പേര് ജലീൽ, എൻ്റെ വൈഫിൻ്റെ പേര് മുഫീദ, മൂത്ത മകൻ്റെ പേര് ബിന്യാമിൻ, ഇളയ മകൻ്റെ പേര് ഹയ്യാൻ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ ഇപ്പം എന്താ, ഈ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സിന് ഈ എഫ് എന്നിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പുതിയ പേരിട്ടല്ലേ. അതേമാതിരി ഞങ്ങളൊക്കെ ഒരു പുതിയ പേര് സ്വീകരിക്കാൻ വിചാരിക്കാം. ഇപ്പോൾ ജലീൽ, ഞാൻ സ്വീകരിക്കുന്ന പുതിയ പേര് കോയ. മുഫീദ സ്വീകരിക്കുന്ന പുതിയ പേര് ഫാത്തുമ്മ. ഒക്കെ ഇഷ്ടപ്പെടേണ്ടാവില്ല, എന്നാലും ഫാത്തുമ്മ.
ബിനിയാമിൻ സ്വീകരിക്കുന്ന പുതിയ പേര് കുഞ്ഞാപ്പു. ഹയ്യാൻ സ്വീകരിക്കുന്ന പുതിയ പേര് കുട്ടാപ്പി. ക്ലിയറേ? അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പുതിയ പേര് സ്വീകരിച്ചു വിചാരിക്കാം. ഇനി ഇപ്പോൾ ഇതുപോലെ ഈ വെക്ടർ സ്പേസിലെ എലമെൻസിനൊക്കെ നമ്മൾ FN എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പുതിയ പേരിട്ട മാതിരി ഞങ്ങളൊക്കെ ഇതാ ഈ പേരുകൾ ഉപയോഗിക്കുക ഞങ്ങൾക്ക്. ഓക്കെ, നൈസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്ത മകൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? കുഞ്ഞാപ്പു എന്നല്ലേ പറയുക? കാരണം നിങ്ങൾ നോക്കും, കോയ പാത്തുമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജലീൽ, മുഫീദ് അവരുടെ പുതിയ പേരാണ്. അപ്പോൾ അവരുടെ മൂത്ത മകൻ്റെ പേര് ബിനിയാമിനാണ്. ബിനിയാമിൻ്റെ അപ്പോഴത്തെ പേര് കുഞ്ഞാപ്പു എന്നാണ്. അപ്പോൾ നിങ്ങൾ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്ത മകൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പു എന്ന് പറയണം. അല്ലാണ്ട് നിങ്ങൾ അടുത്ത പുരയിലൊരു കോയയും പാത്തുമ്മയുണ്ട്, അടുത്ത പിന്നെ 2 പൂച്ചക്കുട്ടികളെ പേരാണ് കുഞ്ഞാപ്പും കുട്ടാപ്പിയും, അടുത്ത മൂത്ത മകൻ്റെ പേര് മരക്കാരനാണെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്ത മകൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മരക്കാരെന്ന് പറയരുത്. കാരണം ആ അക്കാര്യമൊന്നും ഇവിടെ ഓർക്കരുത്. ഇവിടെ ഞങ്ങളെ പുതിയ പേരാണിത്. അപ്പോൾ ഇവിടെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്തവൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പു എന്ന് തന്നെ പറയണം. ഇവിടെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും ഇളയ മകൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കുട്ടാപ്പി എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ ഉത്തരം പറയുമ്പം ഇതൊക്കെ ഇവരുടെ പേരുകളാണ്. ഇത് നോക്കിയിട്ടേ അവിടെ ഉത്തരം പറയാൻ പാടുള്ളൂ. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഇവിടെ വേണം. ഇപ്പം FN എൻടപ്പിൾസൊക്കെ ഇവിടെയുള്ള വെക്ടേഴ്സിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. ഇവിടെ പറഞ്ഞ പോലെ ആ ബോധ്യം കറക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലാതെ FN ഓൾറെഡി ഉള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ ഓർക്കരുത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെയാണ് ഈ കോയ പാത്തുമ്മ എന്നൊക്കെ എടുത്ത മാതിരി FN 2 എൻടപ്പിൾസ് എടുക്കട്ടെ. ഒരു എൻടപ്പിൾ തന്നെ, രണ്ടാമത്തത് D1 എറ്റ്സെട്ര DN. ഇപ്പോൾ FN 2 എൻടപ്പിൾസ് എടുത്തു, ഈ കോയ പാത്തുമ്മ എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പം ഇതിപ്പോൾ ആരുടെ പേരാണ്? ഈ വെക്ടറിൻ്റെ പേരാണ് അല്ലേ? കോയ ജലീലിൻ്റെ പുതിയ പേരാണെന്ന് പറഞ്ഞാൽ ഇത് ഈ വെക്ടറിൻ്റെ പുതിയ പേരാണ്. അപ്പോൾ ഇതിനെ ഞാൻ U എന്ന് വിളിക്കട്ടെ കേട്ടോ. ഇതിനെ U എന്നാക്കി മാറ്റി. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു വെക്ടറിൻ്റെ പേരായിരിക്കില്ല. അത് ഏത് വെക്ടറായിരിക്കും? D1 × V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് DN × VN അല്ലേ? DN × VN. അതിനെ ഞാൻ V എന്ന് വിളിക്കുക. ഇതിൻ്റെ പുതിയ പേരാണ് അല്ലേ? ജലീലിൻ്റെ പുതിയ പേര് കോയ, മുഫീദിൻ്റെ പുതിയ പേര് പാത്തുമ്മ എന്ന് പറഞ്ഞ മാതിരി ഈ വെക്ടറിൻ്റെ പുതിയ പേരാണിത്, ഈ വെക്ടറിൻ്റെ പുതിയ പേരാണിത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഇവരുടെ സമ്മാണ്. ഇതുപോലെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും പിന്നെ മൂത്ത മകൻ എന്ന് ചോദിച്ച മാതിരി ഞാൻ ചോദിക്കുകയാണ് ഇവരുടെ സം. അപ്പോൾ നിങ്ങൾ ഇവരുടെ സമ്മ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ FN അറിവ് വെച്ചിട്ട് പറയരുത്. അതായത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം FN 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പം ഇതിൻ്റെ സമ്മ് എന്താ വരിക? C1 പ്ലസ് D1 എറ്റ്സെട്ര CN പ്ലസ് DN ഞങ്ങൾ പറയാം. പക്ഷേ ഇതേതുപോലെയാണ് നേരത്തെ കോയൻ്റെയും പാത്തുമ്മൻ്റെയും മൂത്ത മകൻ ആരാന്ന് വെച്ചപ്പോൾ നിങ്ങൾ അടുത്ത പുരയിൽ കോയൻ്റെയും പാത്തുമ്മൻ്റെയും കാര്യം ആലോചിച്ചിട്ട് അടുത്ത മൂത്ത മകൻ്റെ പേര് മരക്കാരാണെന്ന് പറഞ്ഞ മാതിരിയാണ്. അതിവിടെ നോക്കരുത്. ഇവിടെ കോയയും പാത്തുമ്മയും ഞങ്ങളെ പേരാണ്. അപ്പം ഞങ്ങളെ മൂത്ത മകൻ്റെ പേര് പറയണം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത് ഉത്തരം പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇത് നിങ്ങളെ FN ഓൾറെഡി ഉള്ള നിങ്ങളൊരു അറിവാണ്. നിങ്ങളെ പരിചയത്തിലൊരു FN ഉണ്ട്. ആ FN അകത്ത് 2 വെക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം അതല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ വെക്ടേഴ്സ് ആരുടെ പേരാണ്? ഇവരുടെ പേരാണ്. അപ്പോൾ ഇത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 2 വെക്ടേഴ്സിനെ കൂട്ടാൻ അല്ലേ? ഇവരുടെ മൂത്ത മകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവരുടെ മൂത്ത മകനാണ്. അതേമാതിരി ഈ 2 വെക്ടേഴ്സിൻ്റെ സം ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 വെക്ടേഴ്സിൻ്റെ സമാണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ആയിട്ട് വേണ്ടി എന്താണ്? ഈ 2 വെക്ടേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടറിൻ്റെ പുതിയ പേരവിടെ അല്ലേ? ഇവരുടെ മൂത്ത മകൻ്റെ പുതിയ പേര് എന്ന് പറഞ്ഞ മാതിരി ഈ 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവർ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന വെക്ടറിൻ്റെ പുതിയ പേരാണ് ഇവിടെ നിങ്ങൾ പറയേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഓർമ്മയുള്ള FN നിങ്ങളെ അയൽപ്പക്കത്തുള്ള കാര്യം ഇവിടെ കൊണ്ടുവരരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടാം. അപ്പോൾ U + V കാണാം. U + V = C1 പ്ലസ് D1 × V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് CN പ്ലസ് DN × VN. ഇതാണ് U + V. ഇവിടുത്തെ പുതിയ വെക്ടർ. ഈ യും V കൂട്ടിയാൽ കിട്ടുന്ന വെക്ടർ. ഇതിൻ്റെ പുതിയ പേര് വേണം ഇവിടെ പറയാൻ. ഇതിൻ്റെ പുതിയ പേര് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലേ? ഇതിൻ്റെ അല്ലേ? ഇത് ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്? ഇത് ഇതേ ഓർഡറിൽ ഇവിടെ എഴുതുമ്പോൾ എന്തൊക്കെ കിട്ടും? C1 പ്ലസ് D1 എറ്റ്സെട്ര CN പ്ലസ് DN.
ലക്കീലി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ഉത്തരം ഇത് തന്നെ വന്നത്. അതായത് നിങ്ങൾ ഓർമ്മയിലുള്ള കുറച്ച് ഓർത്തോളൂ, നിങ്ങൾ ഓർമ്മയിലൊരു FN ഉണ്ട്, അവിടെ ഒരു അഡീഷൻ ഉണ്ട്, അത് പ്രകാരം ഈ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്താൽ എന്ത് ഉത്തരമായിരുന്നോ കിട്ടിയത്, ആ ഉത്തരം തന്നെയാണ് ഈ FNലെ എൻടപ്പിൾസ് വിയിലെ എലമെൻസിന് പേരിടാൻ ഉപയോഗിക്കുമ്പോഴും വരുന്നത്. അല്ലാണ്ട് ഈ പുതിയ പേര് സ്വീകരിക്കുമ്പം അഡീഷന് പുതിയ റൂളൊന്നും കൊണ്ടുവരേണ്ടതില്ല. ഓൾറെഡി FNൽ എന്ത് റൂളാണുള്ളത് ആ റൂൾ പ്രകാരം ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ വെക്ടറിൻ്റെയും ഈ വെക്ടറിൻ്റെയും സമ്മ് കിട്ടും. ഉദ്ദേശിച്ചത് ഈ വെക്ടർ ഇവിടെ ഒരു വെക്ടർ സൂചിപ്പിക്കുന്നുണ്ട്, ഈ വെക്ടർ ഇവിടെ ഒരു വെക്ടർ സൂചിപ്പിക്കുന്നുണ്ട്, ആ രണ്ട് വെക്ടറും കൂട്ടിയാൽ കിട്ടുന്ന വെക്ടറിൻ്റെ പുതിയ പേര് ഇവിടെ കിട്ടും. അതിന് റൂൾസ് ഒന്നും മാറ്റണ്ട. ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കണം. ഞാൻ തുടരാം. ഞാൻ സ്ഥലമില്ലാത്ത കൊടുത്ത് മായ്ക്കുകയാണ്, പക്ഷേ നിങ്ങളെ നോട്ടിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എസ്പെഷ്യലി അവിടെ അങ്ങനെ തന്നെ നോട്ട് ചെയ്തിച്ചോളൂ. ഈ വിയിലെ എലമെൻസിന് വേണ്ടി FNലെ എലമെൻറ്റ്സ് പുതിയ പേരായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിയിലെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ FNലെ പേരുകൾ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ആഡ് ചെയ്യുന്ന റൂൾസ് ഒന്നും മാറ്റണമെന്നില്ല. FNൽ ഓൾറെഡി ഉള്ള ആ അഡീഷണൽ റൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വിയിലെ വെക്ടേഴ്സിനെ FNന് ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അത് അങ്ങനെ തന്നെ അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനിത് മാച്ചിട്ട് ഇവിടെ വിയിലെ വെക്ടേഴ്സിന് എങ്ങനെ ഈ പുതിയ പേര് ഉപയോഗിച്ചിട്ട് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്താമെന്ന് ഞാൻ പറയാം. ഇനി സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ഞാൻ FNൻ്റെ അകത്ത് നിന്ന് ഒരു എൻടപ്പിൾ എടുത്തു. ഈ എൻടപ്പിൾ സത്യത്തിൽ ഇവിടുത്തെ ഈ വെക്ടറിൻ്റെ പേരാണ്. സോ അതിന് ഞാൻ ഒരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൊത്തം സീനാക്കേണ്ട, അതുകൊണ്ടാണ് ലാംഡ എടുത്തത്. സോ ലാംഡ ഇൻറ്റു ദിസ് വെക്ടർ എന്താണ്? അപ്പോൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഓർമ്മയിലുള്ള FN ഉപയോഗപ്പെടുത്തിയിട്ട് ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടാവും. ഇതിൻ്റെ ഉത്തരം എന്താ വരിക? ലാംഡ ഇൻറ്റു C1 എറ്റ്സെട്ര ലാംഡ ഇൻറ്റു CN. ഇതാണ് ഇതിൻ്റെ ഉത്തരം. പക്ഷേ ആ ഉത്തരം നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഇവിടെ പാത്തുമ്മൻ്റെ ഭർത്താവ് ആരാൻ ചോദിക്കുമ്പോഴാണ്. പാത്തുമ്മൻ്റെ ഭർത്താവ് കോയാണ്. കാരണം എന്താ, പാത്തുമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും മുഫീദൻ്റെ പുതിയ പേരായിരുന്നു പാത്തുമ്മ. അപ്പം ഈ മുഫീദൻ്റെ ഭർത്താവ് ആരാണ്? ജലീലാണ്. ജലീലിൻ്റെ പുതിയ പേര് കോയാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പറയണം പാത്തുമ്മൻ്റെ ഭർത്താവ് കോയാണെന്ന്. അല്ലാണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഉത്തരം പറഞ്ഞ് എന്ത് നോക്കിയിട്ടാണ്? നിങ്ങളെ ഓർമ്മയിലുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള FNലെ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് അതിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഈ വെക്ടർ ഇതാണ്. അപ്പോൾ ലാംഡ ഇൻറ്റു ദിസ് വെക്ടർ ഉദ്ദേശിക്കുന്നത് ലാംഡ ഇൻറ്റു ദിസ് വെക്ടർ. അപ്പോൾ ഇത് നോക്കണം ആരാന്നുള്ളത് അല്ലേ. ലാംഡ ഇൻറ്റു യു എന്താണ്? ലാംഡ C1 V1 പ്ലസ് എറ്റ്സെട്ര പ്ലസ് ലാംഡ CN V എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്കാലേഴ്സ് വരുന്ന ആരാണ്? ഇതല്ലേ. അപ്പോൾ ഇതിൻ്റെ പുതിയ പേരെന്താണോ ഇവിടെ അതാ കൊടുക്കേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ പുതിയ പേരെന്താ വരിക? ലാംഡ C1 എറ്റ്സെട്ര ലാംഡ CN. ലക്കീലി ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി അഗെയിൻ നമ്മൾ പഴയ FNൽ എന്താണോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം വന്നത് അതേ ഉത്തരം തന്നെ അവിടെ വന്നത്. അപ്പം ഈ FNലെ വെക്ടേഴ്സിനെ വിയിലെ വെക്ടേഴ്സിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുമ്പം സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ FNൽ നേരത്തെ ഉള്ള ആ യൂഷ്വൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ തന്നെ മതി. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും മാറ്റണ്ട. അപ്പം ഈ വിയും FNും തമ്മിലുള്ള സാമ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് വിയിലെ എലമെൻസിന് പേരിടാൻ FNലെ എലമെൻറ്റ്സ് ഉപയോഗിക്കാം. കാരണം 1:1 കറസ്പോണ്ടൻസ് ഉണ്ട്. മാത്രമല്ല അങ്ങനെ ആ FNലെ എലമെൻറ്റ്സ് വിയിലെ എലമെൻസിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുമ്പം ആ പേര് വെച്ചിട്ട് വിയിലെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ FNൽ ഒരു പുതിയ റൂളൊന്നും കൊണ്ടുവരേണ്ട. FN ആസ് എ വെക്ടർ സ്പേസ് ഓൾറെഡി ഉള്ള റൂൾ എന്താണോ ആ റൂൾ തന്നെ ഉപയോഗിച്ചാൽ മതി. നേരത്തെ ഞങ്ങൾ നോട്ടിൽ എഴുതി വെച്ചു, ഞാൻ ഇവിടെ മാച്ചു എന്ന് മാത്രം. ഇനി ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പുതിയ പേര് വെച്ചിട്ട് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോഴും FNൽ ആസ് എ വെക്ടർ സ്പേസ് നമുക്ക് പരിചയമുള്ള ആ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ തന്നെ മതി ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കി. ഇവിടെയൊക്കെ പോസ് ചെയ്തിട്ട് നന്നായി ചിന്തിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് വിയും FNും ആസ് എ വെക്ടർ സ്പേസ് വളരെ നല്ല സാമ്യത ഉണ്ട്. പേരുകൾ പരസ്പരം മാറ്റി ഉപയോഗിക്കാം. വീലുള്ളവർക്ക് പകരം FNലെ പേര് ഉപയോഗിക്കാം. വീലുള്ള അഡീഷൻ പകരം FNലെ അഡീഷൻ ഉപയോഗിക്കാം. വീലുള്ള സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പകരം FNലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇത് ഏതുപോലെ എന്നറിയോ? നമ്മൾ ഇംഗ്ലീഷിലെ കൗണ്ടിങ് നമ്പേഴ്സ് ഏതാണ്? 1 2 3 4 5 6 അങ്ങനെ പോവും. അവിടുത്തെ അഡീഷൻ നമുക്കറിയാം അല്ലേ, അവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ മലയാളത്തിലെ കൗണ്ടിങ് നമ്പേഴ്സ് ഏതാണ്? 1 2 3 4 5. അവിടുത്തെ മലയാളത്തിൽ അഡീഷന് പകരം എന്താണുള്ളത്? കൂട്ടൽ അല്ലെ സങ്കലനം എന്നല്ലേ പറയാം. എനിക്ക് അത്ര ഒന്നും അറിയില്ല കേട്ടോ, സോറി അല്ലേ. അഡീഷൻ്റെ മലയാളം നോക്കിയാൽ മതി. കൂട്ടൽ എടുക്കട്ടെ എൻ്റെ നാട്ടിലെ ഭാഷ. അപ്പം മലയാളത്തിൽ 1 2 3 നമ്പേഴ്സ് ഉണ്ട്, വാക്കുകളുണ്ട്. പിന്നെ അഡീഷന് പകരം കൂട്ടലുണ്ട്, മൾട്ടിപ്ലിക്കേഷന് പകരം ഗുണനമുണ്ട് അല്ലേ.
മലയാളത്തിൽ. അപ്പം ഇത് നോക്കൂ, ഇംഗ്ലീഷിലെ 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോകുന്ന സാധനവും അവിടുത്തെ അഡീഷനും അവിടുത്തെ മൾട്ടിപ്ലിക്കേഷനും അതിനൊക്കെ പകരം നമ്മുടെ മലയാളത്തിലെ 1 2 3 ഇവിടുത്തെ കൂട്ടലും ഇവിടുത്തെ ഗുണിക്കലും ഒക്കെ ഉപയോഗിച്ചൂടെ? ആ ഒരു സാമ്യത, ജസ്റ്റ് ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കിയുള്ള അർത്ഥത്തിലൊക്കെ സെയിമാണ് ആ രണ്ട് സംഭവം. അല്ല, നമ്മൾ റൂളുകളും തിയറികളൊക്കെ ഉണ്ടാക്കുമ്പം ഇംഗ്ലീഷിലെ നാച്ചുറൽ നമ്പേഴ്സിന് തിയറിയും മലയാളത്തിലെ നാച്ചുറൽ നമ്പേഴ്സിന് വേറെ തിയറിയും ഒക്കെ ഉണ്ടാക്കണോ? ഇല്ല, ജസ്റ്റ് ഒരു ഭാഷാ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ. ഇതേപോലെ നിങ്ങൾ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാക്കും, ഇത് അതിനല്ലേ വീലുള്ള അത് അവിടെ 1 2 3 4 5 വരെ ഇവിടെ നമ്മൾ 1 2 3 ഉപയോഗിക്കും. അതേമാതിരി വീലെ വെക്ടേഴ്സിന് പകരം FN വെക്ടേഴ്സിൻ്റെ പേര് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വീലെ അഡീഷന് പകരം FN ഒരു അഡീഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. വീലെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പകരം FN സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കുക. സോ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, വിയുടെ ഒരു കോപ്പി തന്നെയാണ് FN. ഇതുപോലെ 1 2 3 4 5 എക്സെട്രൻ്റെ കോപ്പിയാണ് 1 2 3 4 5, അതിൻ്റെ തന്നെ കോപ്പിയാണ് 1 2 3 4 5 അങ്ങനെ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഏതൊരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി എടുത്തു കഴിഞ്ഞാലും അത് ഏതൊരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ F എടുത്തു കഴിഞ്ഞാലും അത് F⁻n ഒരു കോപ്പി ആയിരിക്കും. ഞാനീ പറഞ്ഞത് അല്ലേ? ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതൊന്നുകൂടി പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഡെഫിനിഷനൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ കാണാം.